പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് നേരെ BJP പ്രവർത്തകർ നടത്തിയ കയ്യേറ്റവും വഴിതടയലും ജനാധിപത്യത്തിനു നേരെയുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വടക്കന്തറയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ സ്ഥാനാർത്ഥിയെയും UDF പ്രവർത്തകരെയും സങ്കുചിത മനോഭാവത്തോടെ തടഞ്ഞ BJPയുടെ നടപടി രാഷ്ട്രീയ കേരളത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പാലക്കാട് മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും വാർഡുകളിലും UDFന് വ്യക്തമായ മേൽക്കൈയുണ്ടെങ്കിലും അവർ ഒരിക്കലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തടയാനോ വഴിമുടക്കാനോ പോയിട്ടില്ല. എന്നാൽ ഒരു ചെറിയ പ്രദേശത്ത് തങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് കരുതി എതിർ സ്ഥാനാർത്ഥികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് BJPയുടെ ഭീതിയെയും രാഷ്ട്രീയ അസഹിഷ്ണുതയെയുമാണ് കാണിക്കുന്നത്. തന്നെ തടഞ്ഞ സ്ഥലത്തു നിന്നും മുന്നോട്ടു പോകാനും അത് നേരിടാനും ആവശ്യമായ സംഘടനാശേഷി കോൺഗ്രസിനുണ്ടായിരുന്നിട്ടും ആക്രമണ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് താൻ അവിടെ നിന്നും മടങ്ങി എന്നാണ് പിഷാരടി വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് അത് തെളിവാണ്. ഈ സംഭവത്തിൽ രമേശ് പിഷാരടിയെ പിന്തുണച്ചുകൊണ്ട് ഇടത് സ്ഥാനാർത്ഥി NMR റസാഖ് രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. രാഷ്ട്രീയമായി എതിർചേരിയിലാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രചാരണത്തിൽ നിന്നും തടയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും വോട്ട് ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാലക്കാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേരാത്ത നടപടിയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. BJP കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഈ അതിക്രമം അവർ എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം പോലും നിഷേധിക്കുന്ന BJPയുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. പരാജയ ഭീതി മൂലം ഇത്തരം തരംതാണ നീക്കങ്ങളിലേക്ക് അവർ മാറുന്നത് ജനങ്ങൾ കാണുന്നുമുണ്ട്. രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ പക്വതയും പക്വമായ പെരുമാറ്റവും ഈ സംഭവത്തിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി എന്ന് തന്നെ പറയേണ്ടി വരും. അക്രമം രാഷ്ട്രീയമല്ലെന്നും ആശയങ്ങൾ കൊണ്ടാണ് പോരാടേണ്ടത് എന്നും അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്തായാലും CPM സ്ഥാനാർത്ഥി NMR റസാഖ് ഈ സംഭവത്തിനെതിരെ പ്രതികരിച്ച ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മളെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആദർശം അങ്ങനെ മാറിപ്പോകുന്നില്ല. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. അവരെല്ലാ സ്ഥലത്തും വന്ന് വോട്ട് ചോദിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ഏത് പാർട്ടിയുടെ ആൾക്കാർക്കും അവരുടേതായ ഒരു ആദർശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആദർശങ്ങളില്ല നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകുന്ന സംവിധാനം ഒന്നുമല്ല. ഇങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട. അപ്പോൾ ആയതുകൊണ്ട് ഇമാതിരിയുള്ള ഈ വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടാകുന്ന മറ്റുള്ള അണികളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ ഉണ്ടായാൽ നമ്മുടെ നാട് നമ്മളെ പിടിച്ചാൽ കിട്ടുന്ന തരത്തിൽ ആവില്ലല്ലോ. ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കണം.